പാലക്കാട് ആലത്തൂരിൽ ബാറിൽ വെടിവെപ്പ്. സംഭവമുണ്ടായത് ഞായറാഴ്ച രാത്രിയിൽ. വെടിയേറ്റ ബാർ മാനേജർ രഘുനന്ദൻ ഒറ്റപ്പാലത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാവശ്ശേരി കല്ലേപ്പുള്ളിയിലെ ചിത്രപുരി ബാറിലാണ് വെടിവെപ്പുണ്ടായത്. ഞായറാഴ്ച രാത്രിയിലുണ്ടായ സംഭവത്തിൽ ബാർ മാനേജർ രഘുനന്ദന് വെടിയേറ്റു. സംഭവത്തിൽ 5 പേരെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാവശ്ശേരിയിൽ 6 മാസം മുമ്പ് ആരംഭിച്ച ബാറിലാണ് വെടിവെപ്പുണ്ടായത്. മദ്യപിക്കാനെത്തിയ ആളുകളും മാനേജറും തമ്മിലുണ്ടായ സംഘർഷമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 6:30ഓടെ KL 09 A4222 നമ്പർ കാറിൽ നുച്ചൂർ സ്വദേശി അജിത് കുമാറും സംഘവും ബാറിൽ ഭക്ഷണം കഴിക്കാനെത്തി. ഇതിനിടെ ബാറിലെ സർവീസ് മോശമെന്ന് പറഞ്ഞ് യുവാക്കൾ ജീവനക്കാരുമായി തർക്കിച്ച് ഇറങ്ങിപ്പോയി. രാത്രി വീണ്ടും എത്തിയ സംഘം ബിയർ ബോട്ടിലുകൾ ജീവനക്കാർക്ക് നേരെ എറിയുകയും രഘുനന്ദനെ വെടിവെക്കുകയുമായിരുന്നു. അക്രമികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അക്രമാസക്തരായി തന്നെ തുടരുകയായിരുന്നുവെന്ന് ബാർ ജീവനക്കാർ പറഞ്ഞു. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പ്രതികൾ വെടിയുതിർത്തത്. എയർ പിസ്റ്റൾ ഉപയോഗിച്ചാണ് വെടിയുതിർത്തതെന്നാണ് വിവരം. അറസ്റ്റിലായവരിൽ 4 പേർ കഞ്ചിക്കോട് സ്വദേശികളാണ്. കഞ്ചിക്കോട് അമ്പാടി വീട്ടിൽ 37 വയസ്സുള്ള അരുൺ, സഹോദരൻ 30-കാരൻ മനു, തരൂർ നെച്ചൂർ സ്വദേശി 40 വയസ്സുള്ള അജിത് കുമാർ, കഞ്ചിക്കോട് പാണ്ടിയത്തുപാടത്തെ 35-കാരൻ മനോജ്, കണ്ണോട് വീട്ടിൽ 35 വയസ്സുള്ള ഫ്രാൻസിസ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. കഞ്ചിക്കോട് ചമണാംകാട് സ്വദേശി 26 വയസ്സുള്ള രാഹുലിനെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആസൂത്രണം ചെയ്തു നടത്തിയ സംഘർഷമാണോ എന്നതിലടക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാത്രിയിൽ യുവാക്കൾ മദ്യലഹരിയിലായതുകൊണ്ട് പോലീസിന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. തിങ്കളാഴ്ച വിശദമായി ചോദ്യം ചെയ്യും. ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബാറിൽ ഇത്തരത്തിലൊരു വെടിവെപ്പുണ്ടായത് പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത്. UTV ന്യൂസ്, പാലക്കാട്.